2026 കേരളം BJP പിടിക്കും എന്ന് അമിത്ഷാ പറഞ്ഞപ്പോൾ പലരും തമാശയായിട്ട് കാണുന്നു. ചിലർ ലാഘവത്തോടെ കാണുന്നു, ചിലർ അതിനെ ചിരിച്ചു തള്ളുന്നു. രാഷ്ട്രീയം മനസ്സിലാക്കുന്നവർ, ചാണക്യതന്ത്രം അറിയാവുന്നവർ, അമിത്ഷായുടെ ചാണക്യതന്ത്രത്തിൻ്റെ പൊരുൾ അറിയാവുന്നവർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. ഏത് തരത്തിലാകാം? അമിത്ഷാ വെറും വാക്ക് പറയുന്ന ആളല്ല. ആ പറയുന്ന വാക്കുകൾക്കുള്ളിൽ അർത്ഥം നിറഞ്ഞിരിക്കുകയാണ്. വരികൾക്കിടയിലൂടെ വായിക്കണം. അതാണ് അമിത്ഷാ നൽകിയിട്ട് പോയത്. ഇനിയും വരും തുടർച്ചയായിട്ട് 26-ന് മുൻപ് തന്നെ. അങ്ങനെ ഒരു നീക്കം നടത്തുമ്പോൾ എന്തായിരിക്കും അതിന് പിന്നിലുള്ളത് എന്നുള്ളത് പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. BJPക്ക് കേരളം ബാലികേറാമലയൊന്നും അല്ല. ബാലികേറാമല എന്ന് പലരും കരുതിയ ഇടങ്ങളിൽ ഇപ്പോൾ അധികാരത്തിലിരിക്കുകയാണ്. ഇന്ത്യ ഭരിക്കുന്ന ഈ പാർട്ടി 2 സീറ്റുമായിട്ട് തുടങ്ങിയതാണ്. അവരിന്നിപ്പോൾ തുടർച്ചയായി 3-ാം വട്ടവും രാജ്യം ഭരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായി മാറിയിരിക്കുകയും ചെയ്യുന്നു. ആ അവസരത്തിൽ കേരളത്തിൽ വന്ന് അമിത്ഷാ നടത്തുന്ന പ്രസ്താവന നമുക്ക് നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ തന്നെ തൃണമൂലുമായിട്ടാണ് പൊരുതിക്കൊണ്ടിരിക്കുന്നത്. CPM അവിടെ തുടച്ചു നീക്കിക്കളഞ്ഞു. പശ്ചിമ ബംഗാളിൽ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ സാന്നിധ്യം ഉറപ്പിച്ചോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പില് പല നിയമസഭകളിലും മുന്നിലാണ് എന്നുള്ള സത്യം നമ്മൾ കാണാതെ പോകരുത്. പലയിടങ്ങളിലും 2-ാം സ്ഥാനത്ത് നിൽക്കുന്നു. 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന നിരവധി മണ്ഡലങ്ങളുണ്ട്. ആ 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത് വലിയ അന്തരത്തിലൊന്നും അല്ല. ആഞ്ഞു പിടിച്ചാൽ കൈക്കുമ്പിളിലേക്ക് എത്തിക്കാമെന്നുള്ള ധാരണയിൽ തന്നെയാണ്. അപ്പോൾ അമിത്ഷാ ഇത് പറയുമ്പോൾ അതിനെ തുടർന്ന് അതിനു മുമ്പും ഇവിടെ ഉണ്ടായിട്ടുള്ള ചില നീക്കങ്ങളിലേക്ക് നമുക്ക് പോകാം. ഒന്ന്, ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ ഗവർണർ സ്ഥാനത്ത് നിന്ന് മാറി പുതിയ ഗവർണർ എത്തി. ആർലേക്കർ, അദ്ദേഹം മറാത്ത ബെൽറ്റിലുള്ള ആളാണ്. RSS ഇടത്തിൽ നിന്ന് വരികയാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ RSSുമായി വലിയ ബന്ധമുള്ള ആളാണ്. അങ്ങനെയുള്ള അദ്ദേഹം ഗോവയിൽ മന്ത്രിയായിരുന്നു, ബീഹാറിലും ഗവർണറായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഭാരതാംബയുടെ ചിത്രവും കൊടുത്തു വിട്ടത് വെറുതെ അല്ല. മന്ത്രി ശിവൻകുട്ടിക്ക് എത്ര നാൾ ഈ ചിത്രവും കണ്ട് മുഖം തിരിച്ചു നിൽക്കാൻ കഴിയും? എല്ലാ ഭാരതാംബയിൽ മറ്റു പാർട്ടിക്കാർ പോലും വീണില്ലേ? അപ്പോൾ എന്തായിരുന്നു അമിത്ഷായുടെ ലക്ഷ്യം? ആർലേക്കർ വന്നപ്പോൾ പിണറായി വിജയൻ കാണുന്നു പലവട്ടം. ആർലേക്കർ വളരെ സമാധാന ചിത്തനായിട്ടുള്ള ഒരു ഗവർണറാണ് എന്നൊക്കെ പറഞ്ഞു. ആരോ ഒരാൾ ഒരു ഉപമ നടത്തി. പറഞ്ഞത് മറ്റൊന്നുമല്ല, ആർലേക്കർ അണലിപ്പാമ്പിനോട് ഉപമിച്ചു കളഞ്ഞു. അണലിയുടെ സ്വഭാവം അറിയാം, അതിങ്ങനെ പതുങ്ങിക്കിടക്കും. മനുഷ്യരുടെ ഒച്ച കേട്ടാലൊന്നും അതിറങ്ങി പെട്ടെന്ന് പോകത്തില്ല. അത് അവൻ അങ്ങനെ കിടക്കും. അവൻ അപാര വിഷമുള്ളവനാണ്. ഒരു കടി മതി എല്ലാം കഴിയാൻ. ആ അണലിപ്പാമ്പിനോട് ഉപമിച്ചത് വളരെ കൃത്യമല്ലേ? ഭാരതാംബ ഇപ്പോൾ ഏറ്റവും വലിയ വിവാദത്തിലേക്ക് മാറിയത്. ഇനി 2, പോലീസ് ഉന്നത അധികാരി, പോലീസ് മേധാവിയായിട്ട് വന്നിരിക്കുന്നത് റവാഡ ചന്ദ്രശേഖറാണ്. ചന്ദ്രശേഖർ ആരായിരുന്നു? കൂത്തുപറമ്പ് വെടിവെപ്പ്, അവിടുത്തെ രക്തസാക്ഷിയായിരുന്നല്ലോ ജീവിച്ചിരുന്ന പുഷ്പനെ വെച്ച് കുറെ നാള് ഈ CPMകാർ ജീവിച്ചില്ലേ? ഇപ്പൊ റവാഡ ചന്ദ്രശേഖരനെ ഇപ്പോൾ CPM എന്ത് ചെയ്യുന്നു? വാനോളം വാഴ്ത്തുന്നു. അത് കേന്ദ്രം വിട്ടത്, അമിത്ഷാ ഇങ്ങോട്ട് വിട്ടത് ഒന്നും കാണാതൊന്നുമല്ല. വായിച്ചെടുക്കണം ചില കാര്യങ്ങൾ. വായിച്ചെടുക്കുമ്പോൾ അദ്ദേഹം ഇവിടെ പോയ വാരത്തിൽ പറഞ്ഞ കാര്യവുമായിട്ട് ബന്ധിപ്പിക്കണം.
മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ സദാനന്ദൻ മാസ്റ്ററെ രാഷ്ട്രപതി എന്തുകൊണ്ട് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു? കണ്ണൂരിൽ BJP നടത്തിയ ഒരു സർജിക്കൽ സ്ട്രൈക്ക് അല്ലേ അത്? സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിൽ പ്രസംഗിക്കാൻ എഴുന്നേൽക്കും. സ്പീക്കർ സദാനന്ദൻ മാസ്റ്ററുടെ പേര് വിളിക്കുമ്പോൾ റഹീമും ജോൺ ബ്രിട്ടാസും എവിടെ പോയിരിക്കും? വിശദീകരിക്കാമോ അവർക്കിതിനെപ്പറ്റി? CPM നടത്തിയ അക്രമ രാഷ്ട്രീയത്തിന്റെ ഇര എന്ന് ലോകത്തിന് ഇന്ത്യ മഹാരാജ്യത്ത് കാണിച്ചു കൊടുക്കും. സദാനന്ദൻ മാസ്റ്റർ കണ്ണൂരിൽ വരുമ്പോൾ ഔദ്യോഗിക യോഗങ്ങളിൽ മാസ്റ്റർക്ക് പങ്കെടുക്കേണ്ടി വരും. CPMകാർ എവിടെ നിൽക്കും? ഔദ്യോഗിക തലത്തിലിരിക്കുന്ന മന്ത്രി പദവിയിലൊക്കെ ഇരിക്കുന്ന CPMകാര് എന്തായിരിക്കും അവരുടെ മനോഭാവം? അപ്പോൾ BJPയുടെ നീക്കം എങ്ങനെയൊക്കെയുള്ളതാണെന്ന് വായിക്കണം. നാലാമത്തെ, അമിത്ഷാ സാധാരണ കേരളത്തിൽ വരുമ്പോൾ, അമിത്ഷാ എന്നല്ല BJPയുടെ കേന്ദ്ര നേതൃത്വം ആര് വന്നാലും കേരളത്തിൽ വരുമ്പോൾ കോൺഗ്രസിനെതിരെ അതിശക്തമായിട്ട് ആഞ്ഞടിക്കാറുണ്ട്. അതുതന്നെയാണ് അമിത്ഷാ വന്നപ്പോഴും പ്രതീക്ഷിച്ചത്. കോൺഗ്രസിനെ അല്ല ഇത്തവണ അധികം തല്ലിയത് എന്ന് വിചാരിച്ച് അവരെ തലോടി എന്നല്ല. കോൺഗ്രസ് മുക്ത ഭാരതമാണ് BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യം. ആ പ്രഖ്യാപിത ലക്ഷ്യമാണ് പല സംസ്ഥാനങ്ങളിലും നടത്തിക്കൊണ്ട് വരുന്നത്. ത്രിപുരയിൽ CPMനെ ഇല്ലാതാക്കി, ബംഗാളിൽ CPM ഇല്ലാതായി, തൃണമൂലിൻ്റെ നേരെയാണ് ഇപ്പോൾ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റു പല സംസ്ഥാനങ്ങളിലും BJP ഭരിക്കുന്നു. അവിടെ അമിത്ഷാ പറഞ്ഞത് എന്താണ്? CPMനെതിരെയും പിണറായിക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയുമാണ് പ്രസംഗിച്ചത്. മുഖ്യമന്ത്രിക്കെതിരെ കള്ളക്കേസുണ്ട്. കേട്ടോ, ഈ കേട്ടോ എന്നുള്ള ഈ പറച്ചില് പിണറായി വിജയൻ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്. അതേ രീതിയിൽ തന്നെ അമിത്ഷാ പറഞ്ഞു, മുഖ്യമന്ത്രിക്കെതിരെ കള്ളക്കടത്ത് കേസുണ്ട്. ഇത് വെറുതെ ഒരു ഹർഷാരവത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു പറച്ചിലല്ലിത്. ഇതിൽ ഇടയിൽ കൂടി വായിച്ചു പോകണം. ഇത് BJP കുത്തിപ്പൊക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ അമിത്ഷായാണ് ഇത് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ ഇവിടുത്തെ ആരുമല്ല. സുരേന്ദ്രനോ ഒന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. സുരേന്ദ്രൻ പറഞ്ഞാൽ അത് ചിലപ്പോൾ തമാശയായിട്ട് ആൾക്കാരുള്ളവർ കാണും. അത് CPMകാർ തന്നെ അത് ചിരിച്ചു കളയും. ഇവിടെ അമിത്ഷാ ഇത് പറഞ്ഞിട്ട് പോയതിന് ശേഷം CPM കേന്ദ്രങ്ങളിൽ ചിലരൊക്കെ സന്തോഷിക്കും. പക്ഷേ പിണറായിയും കുടുംബവും അല്പം മ്ലാനതയിലാണ്. അപ്പോൾ ഇതൊക്കെ മുഖ്യമന്ത്രിക്കെതിരെ കള്ളക്കടത്ത് കേസുണ്ട്. അതുപോലെ നിരവധി അന്വേഷണങ്ങളെ നേരിടേണ്ടി വരും എന്ന് പറയുമ്പോൾ BJP എന്താണ് ഉന്നം വയ്ക്കുന്നത്? ഈ 4 കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ BJPക്ക് കേരളത്തിൽ ഒരു പദ്ധതിയുണ്ട്. BJPക്ക് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ ആ പദ്ധതി അവർ നടപ്പിലാക്കും. അത് നടപ്പിലാക്കുന്ന സമയത്ത് കേരളത്തിൽ ഒരുപക്ഷെ UDF ഏറെ പ്രതീക്ഷ വെച്ച് നിൽക്കുകയാണ്. ആ പ്രതീക്ഷകൾ മുഴുവൻ ഇല്ലാതാക്കുന്ന തരത്തിലുള്ളതാണ് ഈ 4 കാര്യങ്ങൾ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അതായിരിക്കും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ അധികാരത്തിൽ വരും എന്ന് അമിത്ഷാ പറഞ്ഞിട്ട് പോയതിൻ്റെ പൊരുളെടുക്കുമ്പോൾ ഈ 4 കാര്യങ്ങളെ നമ്മൾ വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു. അതാണ് അതിൻ്റെ പൊരുൾ. അതിലേക്ക് ഇറങ്ങിച്ചെല്ലുക.